നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്യുത് ഐ എം സോറി അച്യുത്. ഇന്നും അങ്കിളിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തൊരു അത്യാവശ്യം. 5 മണിക്ക് ഒരിടത്ത് എത്തണം. ഇന്ന് നിന്റെ അമ്മയെ പരിചയപ്പെടാനും ടൈം സ്പെൻഡ് ചെയ്യാനും സാധിക്കില്ല. ഐ എം എക്സ്ട്രീംലി സോറി. സാരമില്ലെങ്കിൽ അങ്ങളുടെ ബിസിനസ് ഒക്കെ വലിയ വലിയ കാര്യങ്ങളല്ലേ. അച്ഛന്റെ വീട്ടില് വേറൊരു ദിവസം കയറിയാലും മതി. ഏതായാലും ഞാൻ അമ്മയെ വിളിക്കട്ടെ, അങ്കിളിനോടൊന്ന് ഹലോ പറയാൻ. അമ്മേ. അയ്യോ മോനെ പ്ലീസ്, ഒട്ടും സമയമില്ലടാ. ബെറ്റർ നെക്സ്റ്റ് ടൈം, ഓക്കെ? എന്തായാലും ഇന്നിപ്പോ ഞാൻ വീട് കണ്ടല്ലോ, ഇനിയിപ്പോ എപ്പോ വേണമെങ്കിലും വരാലോ എനിക്ക്. ഞാൻ ഉടനെ വരും. ശരി, ബൈ. ബൈ. ഇത് വെച്ചോ, കുറച്ച് ചോക്ലേറ്റ്സ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ മോനെ, ബൈ. അച്ചു, ആരാ പോയത്? എവിടെയായിരുന്നു നീ ഇത്രയും നേരം? സ്കൂളിൽ നീ പോയിട്ടില്ലല്ലോ. ആര് നിന്നെ എവിടേക്ക് വിളിച്ചോണ്ട് പോയി? പറയടാ, പറയാൻ. ഞാൻ പോയത് ആങ്കളുടെ വീട്ടിലാ അമ്മേ. ആങ്കളാ ഇപ്പൊ ഇവിടെ കൊണ്ടാക്കിയത്. ദേ എനിക്ക് ഗിഫ്റ്റും തന്നിട്ടുണ്ട്, ചോക്ലേറ്റ്സാ. നിന്റെ ഒരു ഗിഫ്റ്റും ചോക്ലേറ്റ്സും. പറടാ, എനിക്കറിയണം. സ്കൂളിൽ പോവാൻ സമ്മതിക്കാതെ ആരാ നിന്നെ വിളിച്ച് കാറിൽ കയറ്റി പോയതെന്ന്. അത് ഞങ്ങള് മാനേജർ ചേട്ടനാ അമ്മേ. ആങ്കിള് ബോധം കെട്ട് മരിക്കാൻ കിടക്കുന്നു പറഞ്ഞപ്പോ ഞാൻ കൂടെ പോയതാ. ബോധം കെട്ട് മരിക്കാൻ കിടക്കുന്നോ? ആര്? ഇപ്പൊ എന്നെ കൊണ്ടാക്കിയില്ലേ, ആ ആങ്കിള് തന്നെ. അന്ന് മേരങ്ങളുടെ വീട്ടിൽ കല്യാണത്തിനുണ്ടായിരുന്നതും അമ്പലത്തിൽ വെച്ച് കേക്ക് മുറിച്ചതും ഒക്കെ ഇതേ അങ്കിളാ. ഞാൻ പറഞ്ഞിട്ടില്ലേ മോനെ നഷ്ടപ്പെട്ടു പോയൊരു പാവം അങ്കിളിനെ കുറിച്ച്. ആ അങ്കിളാ ഇപ്പൊ വന്നിട്ട് പോയത്. അത്രക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ പിന്നെന്താ ഞാൻ വരും മുമ്പേ ഇവിടുന്ന് പോയത്? എനിക്ക് ആ ആളിനെ ഒന്ന് പരിചയപ്പെടണമായിരുന്നല്ലോ. പരിചയപ്പെടാനാ അമ്മ വന്നത്. അപ്പോഴാ എന്തോ ഒരു അത്യാവശ്യം കാരണം പോവേണ്ടി വന്നത്. പാവം അങ്കിളിന് കടുത്ത പനി വന്നിട്ട് ബോധം പോയി കിടക്കായിരുന്നു. അപ്പോഴാ ആ മാനേജർ ചേട്ടൻ വന്ന് എന്നെ വിളിച്ചത്. ഞാൻ ആദ്യം അമ്മയോട് പറയണമെന്ന് പറഞ്ഞതാ. അപ്പൊ ചേട്ടൻ പറഞ്ഞത് സുഖമില്ലാത്ത ഒരാളെ ചികിത്സിച്ച് സന്തോഷിപ്പിച്ചാൽ അച്യുതിന്റെ അമ്മയ്ക്ക് സന്തോഷേ വരൂ, ദേഷ്യപ്പെടില്ല എന്ന്. എന്നിട്ടും എന്തിനാ അമ്മ ദേഷ്യപ്പെടുന്നേ? അത് പിന്നെ കാര്യം എന്താ ഏതാന്ന് അറിഞ്ഞില്ലെങ്കിൽ ആർക്കായാലും ദേഷ്യം വരും. ഇനി നിന്റെ ഈ അങ്കിളിനെ കണ്ട ഉടനെ എന്റെ അടുത്ത് വിളിച്ചോണ്ട് വരണം. പറഞ്ഞത് കേട്ടോ? വരാം അമ്മ. ആ ചോക്ലേറ്റ് എറിഞ്ഞു കളഞ്ഞതല്ലേ, ഇനി അത് തിരിച്ചെടുക്കാൻ നിൽക്കണ്ട, വേറെ വാങ്ങാൻ നമുക്ക്. നീ ഇപ്പോഴേ ആദ്യം പോയി കൈയും മുഖവും ഒക്കെ കഴുകി ഡൈനിങ് ടേബിളിൽ ചെന്നിരിക്കെ. ഞാൻ ചായയും പലഹാരങ്ങളും എടുക്കാം. ഇനി മേലാൽ ആര് ചാകാൻ കിടക്കുകയാണെന്ന് പറഞ്ഞാലും എന്റെ അനുവാദം കിട്ടാതെ ഒരാളുടെയും കൂടെ പോവരുത്, കേട്ടല്ലോ? കേട്ടു. കേട്ടാ പോരാ, അനുസരിക്കണം. അനുസരിക്കാം. ആ, എന്നാ ചെല്ലങ്ങോട്ട്. ഇതാരാ ഇവന്റെ ഈ അങ്കിൾ കക്ഷി? അന്ന് ക്ഷേത്രത്തിൽ വെച്ച് ഹോമത്തിനിടയിലും കാണാൻ പറ്റിയില്ല, ഇന്നിപ്പൊ കൈവിട്ടുപോയി. ഏതായാലും ആള് അപകടകാരി അല്ലെന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ അച്ചൂട്ടനെ കാണുമ്പോ ഇത്രയൊക്കെ വാത്സല്യം കാണിക്കോ? ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. നെക്സ്റ്റ് ടൈം അച്ചുവിന്റെ അങ്കിളിനെ ഞാൻ എന്റെ മുന്നിൽ പിടിച്ചു നിർത്തും, അത് തീർച്ചയാ.
എന്തായി പോയ കാര്യം? ഇവന്റ് നമുക്ക് കിട്ടുവോ അതോ കേട്ടർ മാത്രമേ ഉള്ളോ? അവര് നല്ല ആൾക്കാരാ. ഇവന്റ് നമുക്ക് തരുന്നതില് പ്രയാസമൊന്നും പറഞ്ഞില്ല. അപ്പൊ ആ വർക്ക് നമുക്ക് തന്നെ കിട്ടും. അങ്ങനെ വിചാരിക്കാം. അവരുടെ ഒരു ബോർഡ് മീറ്റിംഗ് കൂടിയേ ഫൈനൽ തീരുമാനിക്കൂ. ഏതായാലും അഞ്ജലിയുടെ കാറ്ററിംഗിന്റെ കാര്യത്തിൽ തീരുമാനമായി. ഡീറ്റെയിൽസ് കൊടുക്കാൻ അവര് പറഞ്ഞു. അതെങ്കിലും നടക്കട്ടെ. അവര് വല്ലാതെ വിഷമിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, അതെനിക്കും തോന്നിയതാ. അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. സാമ്പത്തിക പ്രയാസം മാത്രമല്ല, അതിലും വലിയ വലിയ പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ടെന്ന് തോന്നുന്നു. അതെന്താ അങ്ങനെ വിചാരിക്കാൻ? എന്തെങ്കിലും കാരണമുണ്ടെന്ന് തോന്നിയോ നിനക്ക്? തോന്നി. ഇന്ന് അഞ്ജലി എന്നെ കൊണ്ടൊരു പ്രോമിസ് ചെയ്യിപ്പിച്ചു. പ്രോമിസ്? പ്രോമിസ്. അഞ്ജലിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് ആ പെൺകുട്ടികളും അച്ചുവും അനാഥരായി പോയാൽ ഞാൻ അവരെ സംരക്ഷിച്ചോളാന്നൊരു പ്രോമിസ്. അത് വിചിത്രമാണല്ലോ. അഞ്ജലിക്ക് എന്ത് സംഭവിക്കാൻ? അതാണ് അറിയാത്തത്. ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ അഞ്ജലിക്ക് മരിക്കാൻ പോകുന്ന രോഗമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. മറ്റെന്തോ കാര്യങ്ങളാ. അതാ കുട്ടി വിട്ടു പറയുന്നുമില്ല. ശരി, എന്തോ ആയിക്കോട്ടെ. എന്തായാലും നീ അങ്ങനെ ഒരു പ്രോമിസ് ചെയ്തത് നന്നായി. അവൾക്കതൊരു ആശ്വാസമാകും. തനിക്കൊപ്പം ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടാകുന്നുള്ള വിചാരം അത് തന്നെ ആശ്വാസം. പക്ഷെ അവൾ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് പുഷ്പേട്ട. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു ഭൂതകാല ജീവിതം അവക്കുണ്ട്. അതിപ്പോഴും ഏതൊക്കെയോ വിധത്തില് അവരെ വേട്ടയാടുന്നു തോന്നുന്നു. അതിനെക്കുറിച്ചുള്ള ഭയത്തിലാ ഇപ്പൊ എന്നെ കൊണ്ടൊരു പ്രതിജ്ഞ എടുപ്പിച്ചതിന് പിന്നിൽ. ശരി, എന്തോ ആയിക്കോട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ അവൾ അതും നിന്നോട് പറയുമെന്ന് വിചാരിക്കാം. ഇപ്പൊ ഏതായാലും അവർ വെറും സാധുക്കളാ, ആരോരുമില്ലാത്തവർ. ബന്ധുക്കളെന്ന് പറയാൻ അവർക്ക് നമ്മളേ ഉള്ളൂ. ആരെയും വഞ്ചിക്കാത്ത, ആരോടും ചതിയാൻ അറിയാത്ത അവരെ സഹായിച്ചാൽ നിനക്ക് പുണ്യമേ കിട്ടും. പറ്റുന്ന വിധത്തിലൊക്കെ നീ അവരെ സഹായിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഹലോ, മുരളിയുടെ ചേട്ടനല്ലേ? അതെ. ഞാനിവിടെ ഓട്ടോ സ്റ്റാൻഡിലെ യൂണിയൻകാരനാ. ഓട്ടോ ഡ്രൈവർ രവീന്ദ്രൻ മുരളിയുടെ സുഹൃത്താണ്. എന്ത് രവീന്ദ്ര, എന്താ കാര്യം? ആ സുനിലില്ലേ, ആ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന കരാട്ടെ സുനിൽ, അവനും കുറച്ച് കൂട്ടുകാരും കൂടെ വന്ന് നമ്മുടെ മുരളിയെ പിടിച്ചോണ്ടുപോയി. പിടിച്ചോണ്ടുപോയോ? എന്തിന്? അതെന്തിനാണെന്നൊന്നും അറിയില്ല. മുരളിയും സുനിലും തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നെന്ന് ചേട്ടൻ അറിയാലോ. ഇടയ്ക്ക് എന്തോ ചെറിയ കശപിശ ഉണ്ടായെന്നൊക്കെ കേട്ടു. അതിന്റെ കണക്ക് തീർക്കാനാണോന്നറിയില്ല. അവരിവിടെ വന്നപ്പോൾ സ്റ്റാൻഡിൽ 2 ഓട്ടോക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ചേട്ടനെ വിളിച്ച് അറിയിച്ചെന്നേ ഉള്ളൂ. ശരി ശരി, ഞാൻ നോക്കിക്കോളാം. രവീന്ദ്രൻ ഫോൺ വെച്ചോ. പുഷ്പേട്ട, അവിടെ മുരളിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന്. നമുക്ക് നടപെട്ടാലോ? ആഹാ, എന്നാ വാ പോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.